പിന്നെ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ സ്കൂൾ കുട്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ബ്രാൻഡഡ് ലിപ്സ്റ്റിക്കാണോ എന്ന് നോക്കുക. പറ്റുമെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ കുട്ടികളല്ലേ, 20 വയസ്സ് വരെ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. വല്ല ഫംഗ്ഷൻ ഉള്ളപ്പോൾ കിട്ടോ. സ്കൂളുകളിലൊന്നും ഇതിനാ ലിപ്സ്റ്റിക്കും മേക്കപ്പ് ഇതൊക്കെ. നിങ്ങളുടെ സ്കിന്ന് ഡാമേജ് ആയി പോകും. പിന്നെ ലിപ്സ്റ്റിക്ക് എപ്പോഴൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ അപ്പോഴൊക്കെ റിമൂവ് ചെയ്ത് കളയുക. ഒരുപാട് പൈസേൻ്റെ ലിപ്സ്റ്റിക്ക് ഇട്ടാൽ അത് പോവില്ല, അങ്ങനെ തന്നെ ഇരിക്കും. വാട്ടർ പ്രൂഫൊക്കെ ഉണ്ട്, അത് ചുണ്ടിൽ തന്നെ ഇരിക്കും. നമ്മളൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ, ഞാനൊക്കെ കഴിക്കുമ്പോൾ ഒട്ട് പോകാണ്ടിരിക്കാനായിട്ട് അത്രയും കെയർ ചെയ്താൽ ഫുഡ് കഴിക്കുന്നത്. വീട്ടിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് ഭാര്യ വലിച്ച് ഇങ്ങനെ കഴിക്കാം. പക്ഷേങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഹോട്ടലിലൊക്കെ ഫുഡ് കഴിക്കാൻ കയറിയാൽ അത്രയും കെയർഫുള്ളായിട്ട് ഉള്ളിലേക്ക് പോരുക എന്നുള്ള ഇതോടുകൂടി നമ്മൾ കഴിക്കും. നിങ്ങളുടെ ചുണ്ടുകൾ ഡാമേജ് ആവാം, വലിയ വലിയ അസുഖങ്ങളിലേക്ക് പോവാം. അപ്പോൾ കുട്ടികൾക്ക് കഴിവത് നിങ്ങൾ ലിപ്സ്റ്റിക്ക് മേക്കപ്പ് സാധനങ്ങൾ കൊടുക്കാണ്ടിരിക്കുക, ഡെയിലി യൂസ് ചെയ്യാൻ കൊടുക്കാണ്ടിരിക്കാൻ കണ്ടിട്ടുണ്ട്. കുട്ടികളൊക്കെ ഫൗണ്ടേഷനും അതും ഇതൊക്കെ ഇട്ട് വാരി വലിച്ചിട്ട് പോകുന്നത്. നിങ്ങളെ കുഞ്ഞുങ്ങളെ സ്കിന്നെല്ലാം നല്ല നാച്ചുറൽ സ്കിന്നാണ്, ഒന്നിൻ്റെ ആവശ്യമില്ല. കെമിക്കലൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങളുടെ സ്കിന്നൊക്കെ അത്രയും സോഫ്റ്റാണ്. ഇനി ചില കുട്ടികൾ ജനിക്കുമ്പോഴേ നല്ല ഫെയർ ആയിരിക്കാം, കുറേ കാലം വരെ ഫെയർ ആയിരിക്കാം. വലുതാകുമ്പം ആ നിറം കുറഞ്ഞു പോകുന്ന കുട്ടികളുണ്ട്. അത് ഹോർമോണിൻ്റെ പ്രശ്നങ്ങളാണ്. നിങ്ങൾ എപ്പോഴും സ്കൂൾ വിട്ട് വരുമ്പോൾ കൈ മുഖം കഴുകി വൃത്തിയായിട്ടിരിക്കുക. രാവിലെ സ്കൂളിൽ പോകുമ്പോഴും അതെ. കിടക്കാൻ നേരം ഒന്ന് വാഷ് ചെയ്ത് കിടന്നാൽ നല്ലതായിരിക്കാം. ഒന്ന് ജസ്റ്റ് ബോഡി വാഷ് ചെയ്ത് കിടന്നാൽ അത്രയും നല്ലതായിരിക്കാം. അതുപോലെ തന്നെ സോപ്പ്, ഏത് സോപ്പ് വേണമെന്നുള്ളത് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ചോദിക്കാം. നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നത്. ഇല്ലെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ചെറുപയർ പൊടി യൂസ് ചെയ്യാം. സോപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ചിലർക്ക് അലർജി ഉണ്ടെങ്കിൽ മാത്രം. പിന്നെ പൗഡർ, ടാൽക്കം പൗഡറാണോ എന്ന് നോക്കുക. ടാൽക്കം പൗഡർ ഫേസിലിടാൻ പാടില്ല. നമ്മൾ പൗഡർ വാങ്ങുമ്പോൾ അത് പ്രത്യേകം നോക്കണം. ടാൽക്കം പൗഡർ ബോഡിയിലിടേണ്ടതാണ്, ഒരിക്കലും ഫേസിലിടേണ്ടതല്ല. ഫേസ് പൗഡർ മാത്രമേ ഫേസിലിടാൻ പാടുള്ളൂ. നിങ്ങൾ കുഞ്ഞുങ്ങൾ പൗഡറൊന്നും ഇടണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നിങ്ങളുടെ സ്കിന്നെല്ലാം നിങ്ങൾ നോക്കുക. നല്ലൊരു, ഞാൻ പറഞ്ഞില്ലേ, നിറം കുറഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ അവർ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക.